വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണ പുരോഗതി സംബന്ധിച്ച് SITയുടെ ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരായ ADGP H. വെങ്കടേഷ്, S. ശശിധരൻ എന്നിവർ കോടതിയിൽ ഹാജരായി. വിപിൻ C. വിജയൻ വിവരങ്ങൾ വച്ചിരുന്നു. വിപിൻ, ആ ഇടക്കാല റിപ്പോർട്ട് അത് കോടതി പരിഗണിക്കുന്നത് കോടതിയിൽ നിന്ന് ഉണ്ടാവാനിടയുള്ള ഒരു 10ാമത് ഇടക്കാല ഉത്തരവൊക്കെ ഈ കേസിൽ അതിനിർണായകമാണ്. കാരണം അവിടെ നിന്ന് കൊണ്ടുപോയ പാളി തന്നെ തിരിച്ചു വന്നോ അതോ വന്നത് ഡ്യൂപ്ലിക്കേറ്റ് പാളിയാണോ, ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഒറിജിനൽ പാളി എവിടെ തുടങ്ങിയ ഒരുപാട് നിർണായകമായ ചോദ്യങ്ങൾക്ക് ഉത്തരം വരേണ്ട ഒരു ഉത്തരവും ഇടക്കാല റിപ്പോർട്ടുമാണത്. വിപിൻ, അതേ ആഷ്മി, കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ SIT ഹൈക്കോടതി ഡിവിഷൻ ഇപ്പോൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് മുൻപാകെ സമർപ്പിച്ചിരിക്കുന്നത്. ഒരു ഇടക്കാല റിപ്പോർട്ടാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയിൽ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിൽ തന്ത്രി ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലാവുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഇനി ഇതിൽ ഏറ്റവും അറിയേണ്ട ഒരു കാര്യമുള്ളത്, ഈ സ്വർണ്ണപ്പാളി, അതായത് കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും അപ്പാടെ ആ കൊണ്ടുപോയിട്ടുള്ള പാളികൾ തന്നെയാണോ തിരിച്ചെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള ഒരു ഉത്തരം ആ റിപ്പോർട്ടിലുണ്ടാകും. ഇന്ന് സമർപ്പിച്ചിരിക്കുന്നത് ശാസ്ത്രീയ പരിശോധനാ ബലത്തിന്റെ റിപ്പോർട്ട് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നതോടുകൂടി മുഴുവനായിട്ടും ഇത് മാറ്റി മറ്റൊരു ഡ്യൂപ്ലിക്കേറ്റ് പാളികളാണോ ശബരിമലയിലേക്ക് തിരിച്ചെത്തിയത്, അതല്ല ഇതിൽ നിന്ന് സ്വർണം മാത്രം മാറ്റിയതിനു ശേഷം പഴയ പാളികൾ തന്നെയാണോ എത്തിയത് എന്നുള്ളതാണ്. ഇതിലൊരു സ്വർണ്ണ കവർച്ച നടന്നു എന്നുള്ളത് ആദ്യം മുതൽ തന്നെ വ്യക്തമായിരുന്നു. ഒപ്പം തന്നെ ഇതിൽ നിന്ന് സ്വർണം ഇവർ കവർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമായിരുന്നു. ഇതിനുശേഷം ഇതൊരു ശാസ്ത്രീയ പരിശോധനയുടെ പിൻബലത്തിന് വേണ്ടിയിട്ടായിരുന്നു VSSCയിൽ നൽകിയത്. ഈ VSSCയിൽ നൽകിയതിൽ നിന്ന് സ്വർണത്തിന്റെ അളവിൽ കൃത്യമായിട്ടുള്ള കുറവുണ്ട് എന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ട്. അത് കഴിഞ്ഞ ദിവസം തന്നെ 24 നൽകുകയും ചെയ്തതാണ്. അങ്ങനെ ഒരു കുറവ് വന്നതിന് ശേഷം ഇവ പൂർണ്ണമായും മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് കോപ്പികളാണോ ശബരിമലയിലേക്ക് തിരിച്ചെത്തിയത് എന്നുള്ള വലിയ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഇന്ന് ആ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പോൾ അടച്ചിട്ട മുറിയിലാണ് ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരത്തോടു കൂടി ആയിരിക്കാം ഒരു പക്ഷേ ഇതിൻ്റെ ഒരു ഉത്തരവ് വരികയുള്ളൂ. ഒപ്പം തന്നെ ഇതിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ, SITയുടെ അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ, SIT അതിൽ എന്ത് നിഗമനങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള അന്വേഷണം ഏത് രീതിയിലായിരിക്കും, ഇതിൽ തന്ത്രി ഒപ്പം തന്നെ മറ്റുള്ള ആളുകൾ, ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഓരോ ആളുകളുടെയും പങ്കിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ ഇന്നത്തെ റിപ്പോർട്ടിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു പാളികളിൽ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ കൊണ്ടുപോയിട്ടുള്ള ആ സ്വർണ്ണപ്പാളികളിൽ ഏതാണ് തിരിച്ചെത്തിയിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇന്ന് ആ ശാസ്ത്രീയ പരിശോധന ഫലം റിപ്പോർട്ടിന്റെ കേരളത്തിനോ അയ്യപ്പ വിശ്വാസികൾക്കോ മാത്രമല്ല കോടതിക്ക് തന്നെ. കോടതി തന്നെയാണ് ദ്വാരപാലക പാളികളല്ല, ദ്വാരപാലകരെ തന്നെ ഇളക്കി മറിച്ചു വിറ്റ് കൺസേബിൾ മോണിറ്ററി ബെനിഫിറ്റ് പണം ഉണ്ടാക്കിയൊന്ന് അന്വേഷിക്കണമെന്നും സുഭാഷ് കപൂർ മോഡലൊക്കെ പറഞ്ഞത് മറ്റാരുമല്ല, പ്രതിപക്ഷമൊന്നുമല്ല, കോടതി തന്നെ പറഞ്ഞതാണ് പല ഉത്തരവുകളിലായി. അപ്പോൾ കോടതിക്കും അക്കാര്യത്തിൽ ഈ പറയുന്നത് പോലെ മാരകമായ കൊള്ള ഉണ്ടായിട്ടുണ്ടോ എന്നത് വ്യക്തത വരുത്താൻ ഉതകുന്നതാകും ഇന്ന് SIT സമർപ്പിക്കുന്ന ഇടക്കാല അന്വേഷണ റിപ്പോർട്ടും ഈ VSSCയുടെ പരിശോധനാ റിപ്പോർട്ടും. വിപിൻ, തീർച്ചയായിട്ടും. കാരണം ഈ ഒരു ഹൈക്കോടതി ഇതിനു മുൻപ് തന്നെ പറഞ്ഞതാണ്, ഇതൊരു ചെറിയ മീനുകളിൽ നിൽക്കുന്നതല്ല, ഇതിൽ വലിയ ആളുകളിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തുന്നില്ല എന്നുള്ളത് SITയുടെ അന്വേഷണത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതി ചോദിച്ചതാണ്. അതിനുശേഷമാണ് കുറച്ച് ഊർജിതപ്പെടുത്തുകയും അത് തന്ത്രിയിലേക്ക് വരെ എത്തി നിൽക്കുന്നതും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ ഒരു പിൻബലത്തോട് കൂടി നോക്കുമ്പോൾ സ്വർണം ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഏകദേശം ഒരു കിലോയിലധികം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയാണ്. അത് 98-ൽ വിജയ് മല്യ നൽകിയിരിക്കുന്ന അന്നത്തെ ആ സ്വർണ്ണപ്പാളികളും ഇപ്പോഴത്തേതും വെച്ച് ആ ഒരു പരിശോധനയായിരുന്നു VSSCയിൽ പ്രധാനമായും നടന്നത്. അതിന്റെ പരിശോധനയിലാണ് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിൽ നിന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായത്. പക്ഷേ തിരിച്ചെത്തിയത് അന്ന് കൊണ്ടുപോയിട്ടുള്ള യഥാർത്ഥ പാളികളാണോ, യഥാർത്ഥ ദ്വാരപാലക ശില്പങ്ങളാണോ എന്നുള്ള കാര്യത്തിലായിരിക്കും ഇനിയൊരു വ്യക്തത വരേണ്ടത്. ഒപ്പം മറ്റൊന്നുള്ളത്, തന്ത്രി സമാജം ഈ കേസിൽ ഒരു CBI അന്വേഷണം സ്വർണ്ണക്കൊള്ളയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇതിലൊരു CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിക്ക് മുൻപാകെയുണ്ട്. ഇപ്പോൾ അതിൽ തന്ത്രി സമാജം കൂടി അതേ ആവശ്യവുമായി വരികയാണ്. കാരണം ഇതിൽ SITയുടെ അന്വേഷണം കാര്യക്ഷമമല്ല എന്നുള്ളതും, കൂടുതലായിട്ടുള്ള അന്വേഷണം ഇതിൽ വേണം, അതിന് CBI തന്നെ വേണം പുറത്തേക്ക്, അതായത് അധോലോക ബന്ധം അടക്കം സംശയിച്ചുകൊണ്ടാണ് ഇപ്പോൾ തന്ത്രി സമാജം കൂടി ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജികളെല്ലാം കൂടി ഒരു പക്ഷേ അടുത്ത ബുധനാഴ്ച പരിഗണിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അടച്ചിട്ട പ്രധാനമായ ഒരു കാര്യമുണ്ട്, ഈ വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച, അത് രാഷ്ട്രീയ ചർച്ച അതിലുണ്ടായി. രാഷ്ട്രീയത്തിനപ്പുറം SIT ഈ വാജിവാഹനം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത് തൊണ്ടി മുതൽ എന്ന മട്ടിൽ കോടതിയിൽ ഹാജരാക്കി തൊട്ടു പിന്നാലെ വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തത് ആചാരപ്രകാരമാണ്, കോടതി അറിഞ്ഞുകൊണ്ടാണ്
എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നല്ലോ. അപ്പോൾ വാജിവാഹനം സംബന്ധിച്ചും ഇന്നത്തെ റിപ്പോർട്ട് പ്രധാനമാണ്. വിപിൻ, അതിൽ SITക്ക് എന്താണ് സംഭവിച്ചത്? കോടതിയുടെ അറിവോടെ കൊടുത്ത ഒരു സാധനം അത് തൊണ്ടി മുതൽ എന്ന മട്ടിൽ പിടിച്ചെടുത്ത് കോടതിയിൽ ഹാജരാക്കാനിടയായ സാഹചര്യം ഒക്കെ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് കൂടി ആവില്ലേ അത്, വിപിൻ? അതെ, ഈ ദേവസ്വം ബോർഡിന്റെ അന്ന് 2012 ഉത്തരവ് പ്രകാരം ഈ വാജിവാഹനം നൽകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. അതിനെ മറികടന്നുകൊണ്ട് അത് തന്ത്രിക്ക് നൽകി എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടുള്ളൊരു കണ്ടെത്തലുള്ളത്. പിന്നീട് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള അജയ് തറയിലൊക്കെ പറഞ്ഞത് ഇതിൽ ആചാരവും അനുഷ്ഠാനങ്ങളുമുണ്ട്, ആ രീതിക്ക് ഇത് വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടത് എന്നുള്ള നിലയ്ക്കാണ് അത് നൽകിയതെന്നും അത് ഹൈക്കോടതിയുടെ ഉൾപ്പെടെയുള്ളവരുടെ അറിവോടെയാണ് അന്നത്തെ ഹൈക്കോടതിയൊക്കെ അക്കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള നിലപാടെടുത്തിരുന്നു എന്നുള്ളതുമാണ്. അതായത് ഹൈക്കോടതി തന്നെ ആ കാര്യത്തിൽ ഒരു വ്യക്തത ഇന്ന് വരുത്തും എന്നുള്ളത് കൂടി പ്രതീക്ഷിക്കണം. കാരണം ഈ റിപ്പോർട്ടിന്റെ ഒപ്പം തന്നെ ചില നിർദ്ദേശങ്ങളും ചില ഉത്തരവുകളും എല്ലാം തന്നെ ഇന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വളരെ സമഗ്രമായ റിപ്പോർട്ട് കോടതിയിലേക്ക് എത്തുകയാണ്. ആ സമഗ്രമായ റിപ്പോർട്ടിൽ കുറേയധികം ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ അടിച്ചു മാറ്റിക്കൊണ്ട് വിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് വെച്ചോ എന്നടക്കമുള്ള കാര്യങ്ങൾ. രണ്ടാമത് ഈ വാജിവാഹനം എന്തുകൊണ്ടാണ് ഹൈക്കോടതിയുടെ അനുമതിയോടെ തന്ത്രിക്ക്, ഇപ്പം തന്ത്രി ഇനി ആ വാജിവാഹനം എവിടെയെങ്കിലും മറിച്ചു വിറ്റെങ്കിൽ അത് കൊടുത്തവരുടെ ഉത്തരവാദിത്തമല്ല, തന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ തന്ത്രിക്ക് കൊടുത്തത് അത് കൃത്യമായി ഹൈക്കോടതിയുടെ അനുവാദത്തോടെയാണ് എന്ന രേഖാപരമായ തെളിവുകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് വാജിവാഹനം തൊണ്ടി മുതലാവുന്നത് എന്ന SITയുടെ വിശദീകരണമൊക്കെ വരുന്ന വളരെ വിശദമായ ഒരു ഇടക്കാല റിപ്പോർട്ടാവണം അത്. ഇന്ന് വരുന്ന ഇടക്കാല ഉത്തരവ് അതിനിർണായകവുമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.